പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വെളിപാട് 22-12 തിരുവചനത്തിൽ യേശു പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്ക് അനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഈ ഭൂമിയിൽ നാം എപ്രകാരം ജീവിച്ചുവോ അതനുസരിച്ചുള്ള പ്രതിഫലമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. ഈ പ്രതിഫലമാണ് യേശുവിൻ്റെ സമ്മാനം. ഈ ഭൂമിയിൽ എത്ര കാലം നാം ജീവിച്ചിരുന്നു എന്നതല്ല, എപ്രകാരമാണ് നാം ഈ ഭൂമിയിൽ ജീവിച്ചത് അതിൻ്റെ പ്രതിഫലമായിട്ടാണ് യേശുനാഥൻ വേഗം വരുന്നത്. നാം ഓരോരുത്തർക്കും നാം ചെയ്ത പ്രവർത്തികളുടെ ഫലം തരുവാനായിട്ട്, അതിനുള്ള പ്രതിഫലമാണ് യേശു കൊണ്ടുവരുന്നത്. യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. ഈശോയ്ക്ക് മാത്രമേ നമ്മുടെ പാപങ്ങൾ മാറ്റുവാൻ കഴിയുകയുള്ളൂ. യേശുവിൻ്റെ രക്തമാണ് നമ്മുടെ പാപക്കറകൾ കഴുകി നമ്മെ വിശുദ്ധീകരിക്കുന്നത്. 1 തെസ്സലോനിക്ക 4 അധ്യായം 3, 7, 8 തിരുവചനങ്ങളിൽ നാം കാണുന്നത് യേശുവിൻ്റെ ആഗ്രഹമാണ്. അതായത് നമ്മുടെ വിശുദ്ധീകരണം നടക്കണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പ്, വിദ്വേഷം, കോപം, അഹങ്കാരം, സ്വാർത്ഥത, പ്രതികാര ചിന്തകൾ, ഇങ്ങനെയുള്ള എല്ലാ തരം പാപങ്ങളും നാം മാറ്റണം. നാം പലപ്പോഴും ചിന്തിക്കുന്നത് ഇവയൊന്നും അത്ര വലിയ പാപങ്ങളല്ല, കൊലപാതകവും വ്യഭിചാരവും ഒക്കെയാണ് വലിയ വലിയ പാപങ്ങൾ എന്നാണ്. ഇവ വലിയ പാപങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും നാം തള്ളിക്കളയുന്ന വിദ്വേഷവും വെറുപ്പും പ്രതികാര ചിന്തയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും വലിയ അശുദ്ധിയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. നാം മറ്റുള്ളവരെ കുറ്റം പറയുന്നതും കുറ്റം വിധിക്കുന്നതും നമ്മുടെ നാവുകൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും അനേകരുടെ വീഴ്ചയ്ക്കും നാശത്തിനും കാരണമായി തീരുന്നുണ്ട്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. യേശുവിൻ്റെ രക്തമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. നാം നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതിനാൽ നാം യേശുവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറണം. നമ്മുടെ ഹൃദയം കഴുകപ്പെടണം. യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെടണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള ശക്തി ലഭിക്കുവാൻ നമ്മുടെ നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനോട് നാം നിരന്തരം പ്രാർത്ഥിക്കുകയും വേണം. നമ്മുടെ ഹൃദയം തുറന്നാലേ നമുക്ക് വിശുദ്ധീകരണം സംഭവിക്കുകയുള്ളൂ. യേശുവിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.